ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ ഡീമൺ സ്ലെയർ ആനിമിയിലെ ഇനോസ്കയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആരാണ് ഇനോസ്കെ, ഇനോസ്കയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇനോസ്കയുടെ ഫുൾ നെയിമാണ് ഇനോസ്കെ ഹാഷിബിര. പൊതുവെ ഇനോസ്കയെ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരോട് അധികം സംസാരിക്കില്ല, എല്ലാവരുടെയും കൂടെ ഫൈറ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ ദേഷ്യം വരും, ഓവർ കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. താനൊരു വിഷയത്തിൽ തോറ്റുപോയാൽ അത് ഒരിക്കലും അംഗീകരിക്കാതെ വിജയിക്കണം എന്ന ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ അവസാനം വരെ പോരാടും. ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഇനോസ്കെ. അതുപോലെ ഇനോസ്കെ എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ വരുന്നത് ആ ഒരു പിഗ് മാസ്ക് ആയിരിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് ഇനോസ്കെ ആ ഒരു പിഗ് മാസ്ക് ധരിക്കുന്നതെന്ന് അറിയാമോ? ഇനോസ്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു പിഗ് ആണ് തന്നെ വളർത്തിയത്. അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഒരു മാസ്ക് പോലെ അത് തലയിൽ വെച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇനോസ്കെ ആരോടും അധികം സംസാരിക്കില്ല എന്ന്. എന്നാൽ ഇനോസ്കെ കൂടുതലായും ഇടപഴകുന്നത് നമ്മുടെ ടാൻജിറോ, നെസുക്കോ, സെനിറ്റ്സു ഇവരോടാണ്. ഇവരോട് മാത്രമാണ് ഇനോസ്കെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. വേറെ ആരോടെങ്കിലും ഇനോസ്കെ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് അടിയായി തീരും. ഇനോസ്കയുടെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇനി ഇനോസ്കയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ഇനോസ്കെ എങ്ങനെയാണ് ഡീമൺ സ്ലെയർ കോർപ്പിൽ ചേർന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇനോസ്കെ കാട്ടിൽ ഒറ്റയ്ക്ക് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ചില ഡീമൺ സ്ലെയർ കോർപ്സിലുള്ള ആൾക്കാർ അവിടെ വന്ന് അവരുമായി ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കുന്നു. ഇനോസ്കെ അവരുടെ ആ ഒരു സ്വാഡും എടുത്ത് അവരെ ഓടിച്ച് കളയുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇനോസ്കെ അവരുടെ സ്വാഡ് വെച്ച് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞാണ് ഇനോസ്കെക്ക് ഡീമൺ സ്ലെയർ കോർപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവർ സ്വാഡ്സ് വെച്ചാണ് ഈ ഒരു ഡീമൺസിനെയൊക്കെ കൊല്ലുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും ഇനോസ്കെ സ്വന്തമായി ട്രെയിനിങ് ചെയ്ത് ഒരു ഫോമും കണ്ടുപിടിക്കുന്നു. ഇനി നമ്മുടെ ഇനോസ്കെയുടെ ഫിസിക്കൽ സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോൺ ഹാഷറായിട്ടുള്ള ഗ്യോമെ ഇവരെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ടാൻജിറോ ആ ഒരു വലിയ കല്ല് നീക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അവസാനം ടാൻജിറോക്ക് ആ ഒരു മാർക്ക് വന്നതിന് ശേഷമാണ് ആ ഒരു കല്ല് നീക്കാൻ വേണ്ടി കഴിഞ്ഞത്. എന്നാൽ ഇവിടെ ഇനോസ്കയെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് പോലും ഇല്ലാതെയാണ് തന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് വെച്ച് ആ ഒരു വലിയ പാറക്കല്ല് തള്ളി മാറ്റുന്നത്. ഇതിൽ തന്നെ നമ്മുടെ ഇനോസ്കെ എത്രത്തോളം ശക്തനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇനോസ്കെ. 360 ഡിഗ്രി വരെ തന്റെ ബോഡി വളക്കാൻ വേണ്ടി സാധിക്കും. ഇത് പല സ്ഥലത്തും നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്. അതുപോലെ അപ്പർ മൂൺ 6ന്റെ കൂടെയുള്ള ഒരു ഫൈറ്റിൽ ഇനോസ്കെ ഒരു കുഴിയിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു കുഴിയിലേക്ക് പോകുന്ന സീൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു പാമ്പിനെ പോലെ ഇഴഞ്ഞുകൊണ്ട് പോകുന്ന രീതിയിലാണ് നമുക്ക് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡീമൺ സ്ലെയർ ആനിമിലെ ടാൻജിറോ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം സ്മെല്ല് ചെയ്ത് ഡീമൺസിനെയും മറ്റു സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നില്ലേ? അതുപോലെ ഇവിടെ ഇനോസ്കേക്കും ദൂരെയായിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള സൗണ്ട് വരെ കേൾക്കാൻ സാധിക്കും. അത് ചെറിയ ചെറിയ വൈബ്രേഷൻസ് വെച്ചും നിലത്ത് കൈകൊണ്ട് തൊട്ടുമൊക്കെ എത്ര ഡീമൺസ് ആണ് അടുത്തുള്ളത്, അവരെന്താണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇനോസ്കയുടെ ഈ ഒരു പവറിന്റെ പേരാണ് സ്പെഷ്യൽ അവയർനെസ്. അതുപോലെ തന്നെ ഈ ഒരു ഇനോസ്കയുടെ സോഡ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ആ ഒരു സോഡിന്റെ ഷേപ്പിനെക്കാളും അതിങ്ങനെ കട്ട് ചെയ്ത രീതിയിലുള്ള ഷേപ്പിലാക്കി കഴിഞ്ഞാൽ വേഗത്തിലെല്ലാം മുറിക്കാൻ സാധിക്കുമെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇനോസ്കെ ആ ഒരു സോഡിന് ഈ ഒരു ഷേപ്പ് കൊണ്ടുവരുന്നത്. എന്നാൽ ഇനോസ്കെ ആ ഒരു സോഡ് ആ ഒരു ഷേപ്പിലാക്കിയാൽ പോലും നല്ല രീതിയിൽ ഇനോസ്കെക്ക് അത് യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു സോഡ് വെച്ച് സ്വന്തമായിട്ട് ഒരു ബ്രീത്തിങ് സ്റ്റൈലും കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഒരു ബ്രീത്തിങ് ടെക്നിക്കിന്റെ പേരാണ് ബീസ്റ്റ് ബ്രീത്തിങ്. അതായത് നമ്മുടെ വിൻഡ് ബ്രീത്തിങ് ഇല്ലേ, അതിന്റെ മറ്റൊരു വേർഷനാണ് ഈ ഒരു ബീസ്റ്റ് ബ്രീത്തിങ്. ഈ ഒരു ഇനോസ്കയുടെ ബീസ്റ്റ് ബ്രീത്തിങ്ങിൽ തന്നെ 10 ഫോംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പിയേഴ്സ്, രണ്ടാമത് സ്ലൈസ്, തേർഡ് ഡിവോർ, നാലാമത് ഡേയ്സ്, അഞ്ചാമത് ക്രേസി കട്ടിംഗ്, ആറാമത് പാരസൈറ്റ് ബൈറ്റ്, ഏഴാമത് സ്പെഷ്യൽ അവയർനെസ്, എട്ടാമത് എക്സ്പ്ലോസീവ് റഷ്, ഒമ്പതാമത് എക്സ്റ്റാൻഡിംഗ് ബൈൻഡിംഗ് സ്ലാഷ്, പത്താമത് വയർലിംഗ് ഫാൻസ്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ സോഡ് സ്കിൽ ആണെങ്കിലും ഫിസിക്കൽ എബിലിറ്റീസ് ആണെങ്കിലും ഫ്ലെക്സിബിലിറ്റി ആണെങ്കിലും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഇനോസ്കെ. ഇനി വരാൻ പോകുന്ന മൂവിയിൽ അപ്പർ മൂൺ 2ന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇനോസ്കെ ഒരു ആഷിര ലെവലിൽ പവർഫുൾ ആകുന്നുണ്ട്. കൂടാതെ ഇനോസ്കയെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന ഇൻഫിനിറ്റി കാസ്റ്റിൽ എന്ന മൂവിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വെറുതെ അത് പറഞ്ഞ് സ്പോയിലർ ആക്കേണ്ട എന്ന് കരുതിയാണ് മാങ്കയിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാതിരുന്നത്. ഏതായാലും നമ്മൾ ഈ ഒരു മൂവി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇനോസ്കയെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇനോസ്കയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി പിന്നെ വരാം.